മാരിച്ചൊരിയുമ്പോൾ ആനന്ദമേകും ആകുലമകറ്റും അനുദിന ജീവിത പാതയതിൽ. പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായുള്ള ഈ രാപ്പകൽ ഭേദമെന്നെ ഈ സൂം മീഡിയയിൽ കൂടി നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കടന്നു വന്ന് പാടുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ വായിച്ച് ഗ്രഹിപ്പാൻ ലഭിച്ചതായുള്ള സമയത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ അല്പസമയ നമ്മുടെ തിരുവചന ധ്യാനത്തിന് വേണ്ടി മീഖാ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. മീഖാ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. മീഖാ പ്രവചനം 7-ാം അധ്യായം 7-ാം വാക്യം. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. അത് ഇപ്രകാരം പറയുന്നു, therefore I will look unto the Lord, I will wait for the God for my salvation, my God will hear me. പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം വായിച്ച വചനത്തെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയിൻ സാഗരമേ, ശോക കൊടുവയിലേറിടുമ്പോൾ, കരുണയിൻ സാഗരമേ, ശോക കൊടുവയിലേറിടുമ്പോൾ, മേഘത്തിൻ തണലരുളി എൻ്റെ സ്വാന്തനമായി നടപ്പാൻ, മേഘത്തിൻ തണലരുളി എൻ്റെ സാന്ത്വനമായി നടപ്പാൻ, കൃപയരുൾക കൃപയരുൾക, അളവെന്നെ പകർന്നിടുക, ഈ പൂവിലൻ യാത്രയതിൽ ദൈവകൃപയരുൾക. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, ഞങ്ങൾ വായിച്ച വചനത്തിനു വേണ്ടി സ്തോത്രം. 5 അപ്പവും 2 മീനും കയ്യിലെടുത്ത് സ്വർഗത്തിലോട്ട് നോക്കി പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ്, ഇന്ന് ഹല്ലേലൂയ ഈ വചനം ഞങ്ങൾക്ക് വേണ്ടി വാഴ്ത്തി നുറുക്കി തന്നു ഞങ്ങളുടെ ജീവിതത്തിന് സന്തോഷവും ആനന്ദവും തൃപ്തിയും വന്നു മടങ്ങിപ്പോകുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. സംസാരിക്കുന്ന അടിയൻ നിൻ്റെ വക, ഈ കേൾക്കുന്ന മക്കൾ നിൻ്റെ വക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറയിൽ ആത്മാവിൽ കുഴിക്കപ്പെട്ട തൂത് ആത്മീയമായ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ നീ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. സകലതും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയോടെ കേൾക്കണമേ പിതാവേ. ആമേൻ, ആമേൻ. വായിച്ചു കേട്ട വേദഭാഗം നമുക്കെല്ലാവർക്കും ഹല്ലേലൂയ പരിചിതമായ ഒരു വേദഭാഗമാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിലുള്ളതിൽ പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിൽ 33ാമത്തെ പുസ്തകമാണ് മീഖാ പ്രവചനം. 7 അധ്യായങ്ങളിലും 105 വാക്യങ്ങൾ അടങ്ങിയതായുള്ള ഈ പുസ്തകം ഹല്ലേലൂയ വേദപുസ്തകം ഇപ്രകാരം വിളിച്ചു പറയുന്നു, മീഖാ പ്രവചനം. ആകെ വേദപുസ്തകത്തിൽ 88-ൽ പരം പ്രവാചകന്മാരുണ്ട്. എന്നാൽ പ്രവചന പുസ്തകങ്ങളായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന 16 പുസ്തകങ്ങൾ, യെശയ്യാവ് തൊട്ട് മലാക്കി വരെ. അതിനകത്ത് 4 മേജർ പ്രൊഫറ്റും 16 ചെറിയ പ്രവാചകന്മാരെയും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 12 ചെറിയ പ്രവാചകന്മാരെയും കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ മീഖാ എന്ന വാക്കിൻ്റെ അർത്ഥം അത് ഈ പ്രകാരം പറയുന്നു, ഹി ഹൂ ഈസ് ലൈക്ക് എ ഗോഡ്, ദൈവത്തെ പോലെയുള്ളതായുള്ള ഒരു മനുഷ്യൻ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഒരു പേര് പറയുമ്പോൾ നമ്മളും ദൈവത്തെ പോലെ ആയിരിക്കണം. നമ്മുടെ രൂപവും
ഭാവവും സ്വഭാവവും. ഫിലിപ്പിയ ലേഖനം 2:5 പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഭാവവും തന്നെ ഉണ്ടാകട്ടെ. നമുക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ കാലിലെ പടയാളികൾ യേശുവിനെ പിടിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അവനെ കണ്ടിട്ട് അറിയാഞ്ഞിട്ട് യൂദ അവനെ കെട്ടിപ്പിടിക്കുന്ന ആളുടെ അനുഭവം നമുക്കറിയാം. പത്രോസ് തള്ളിപ്പറയുന്ന ആളുടെ അനുഭവം. ഇവനും അവൻ്റെ കൂടെയുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അവൻ പറയുന്ന അല്ല എന്ന് പറയുന്നു. എന്നാൽ ഇവൻ അവരെ കാണുമ്പോൾ, അവരുടെ സ്വഭാവം കാണുമ്പോൾ യേശുവിൻ്റെ രൂപവും ഭാവവുമായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ മീഖാ പ്രവചനം ഹല്ലേലൂയ വായിക്കുന്നുണ്ട്. അത് യോഥാം, ആഹാസ്, യെഹിസ്കേൽ എന്നീ രാജാക്കന്മാരുടെ കാലത്ത് യെരൂശലേമിനെയും ശമരിയെക്കുറിച്ചുള്ള പ്രവചനം. ഈ യെശയ്യാ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ സമകാലീനായിരുന്നു ഈ മീഖാ. യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിൽ അവിടെ ഉസിയാവിനെ കൂടെ കാണുന്നുണ്ട് രാജാവായിട്ട്. എന്നാൽ യെശയ്യാ പ്രവചനത്തിലെ 66 അധ്യായങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഒരു കാച്ചിക്കുറുക്കിയ രൂപത്തിലാകുന്നു ഈ മീഖാ പ്രവചനത്തിൽ അടങ്ങിയിരിക്കുന്നത്. എന്താണ് അവിടെ പറയുന്നത്? അവിടെ ഹല്ലേലൂയ യെരൂശലേമിനെയും ശമരിയെ പറ്റിയുള്ളതായുള്ള ഹല്ലേലൂയുള്ള പ്രവചനം അവിടെ കാണുന്നതായുള്ളൊരു കാര്യം. ഈ 7 അധ്യായങ്ങളെ നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ 1 തൊട്ട് 3 വരെയുള്ള അധ്യായങ്ങളിൽ യഹൂദയ്ക്ക് വരുന്ന ന്യായവിധി, 4ഉം 5ഉം അധ്യായങ്ങൾ അവർക്ക് അനുഗ്രഹങ്ങൾ ദൈവം വാഗ്ദാനം ചെയ്യുന്നു. 6, 7 അധ്യായങ്ങളിൽ അവർ മാനസാന്തരപ്പെടുക. പൊതുവെ പറഞ്ഞാൽ ഈ മീഖാ പ്രവചനത്തെ പറ്റി പറയുകയാണെങ്കിൽ യെരൂശലേമിന് വരുന്നതായുള്ള ന്യായവിധിയും അവർക്ക് വരുന്നതായുള്ള ഫ്യൂച്ചറിൽ അവർക്ക് വരുന്ന അനുഗ്രഹം, പ്രസൻറ്റ് ജഡ്ജ്മെൻറ്റും ഫ്യൂച്ചർ ബ്ലെസ്സിങ്ങുമാണ് ഈ മീഖാ പ്രവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വാക്യം നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഹല്ലേലൂയ? മീഖാ പ്രവചനത്തിൽ ആദ്യത്തെ അധ്യായങ്ങളിലൊക്കെ നമുക്ക് കാണുന്നത് അവരുടെ പാപം, അവരുടെ അകൃത്യം, അവരുടെ ഹല്ലേലൂയ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതായുള്ള അവസ്ഥ. എന്നാൽ നമ്മൾ ഈ 5-ാം അധ്യായത്തിലോട്ട് 7-ാം അധ്യായത്തിലോട്ട് കടന്നു വരുമ്പോൾ അവിടെ വായിക്കുകയാണ്, അവിടെ പറയുകയാണ്, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും. ഹല്ലേലൂയ, ഐ വിൽ ലുക്ക് അൺടു ദ ലോർഡ്. അവിടെ പറയുവാണ്, എൻ്റെ രക്ഷയുള്ള ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും. ഐ വിൽ വെയിറ്റ് ഫോർ ദ ഗോഡ് മൈ സാൽവേഷൻ. അത് തന്നെ മഴയല്ല, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. മൈ ഗോഡ് വിൽ ഹിയർ മീ. അങ്ങനെയെങ്കിൽ ഈ 3 വാക്യങ്ങൾക്കകത്ത് ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ 3 വാചകങ്ങൾക്കകത്ത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമ്മുടെ ജീവിതം നമുക്ക് ശോധന ചെയ്യേണ്ടത് എന്ന് നമുക്ക് ശോധന ചെയ്യാം. ഒന്നാമതായിട്ട് പറയുകയാണ്, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും. ഹല്ലേലൂയ, ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിൽ പാപനിമിത്തം ഹല്ലേലൂയ അകത്യഭാരം ചുമക്കുന്നൊരു ജനം ദുഷ്പ്രവൃത്തിക്കാരുടെ മക്കളായി ഹല്ലേലൂയ ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ മീഖാ പ്രവാചകൻ അവരെ വിളിച്ചൊക്കെ പറയുകയാണ്, നിങ്ങൾ തിരിഞ്ഞു വരണം. ഈ മീഖാ പ്രവചനത്തിലെ അതിപ്രധാനമായ 2 വാക്യങ്ങളാണല്ലോ. അവിടെ പറയുന്നുണ്ട്, മനുഷ്യ നല്ലത് നിന്നെ കാണിക്കാം, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരായിരിക്കാനും നിന്നോട് കരുണ കാണിക്കുന്ന ദൈവം. ഹല്ലേലൂയ, അതിൻ്റെ അവസാന 7-ാം അധ്യായത്തിൽ അതിൻ്റെ അവസാന വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, ഞാൻ നിൻ്റെ ഹല്ലേലൂയ നിൻ്റെ അകൃത്യങ്ങളെയൊക്കെയും കരുണ കാണിക്കും, നിൻ്റെ അകൃത്യങ്ങളെയൊക്കെയും ഞാൻ ചവിട്ടിക്കളയും, നിൻ്റെ പാപം നിൻ്റെ സമുദ്രത്തിൻ്റെ ആഴത്തിലോട്ട് ഞാൻ ഇടും, യാക്കോബിന്മേൽ ഞാൻ കരുണ കാണിക്കുമെന്നൊക്കെയും എന്നൊക്കെ പറഞ്ഞിട്ട് ഹല്ലേലൂയ അവർ പറയുകയാണ്, പ്രവാചകന്മാർ ഹല്ലേലൂയ കൂലി മേടിച്ച് പ്രവചിക്കുന്നു, പുരോഹിതന്മാർ പണം മേടിച്ചിട്ട് കൂദാശ ചെയ്യുന്നു, ഇതൊക്കെയും ചെയ്യുന്നു. നിങ്ങൾക്ക് വരുന്ന ന്യായവിധിയാണ്. അതുകൊണ്ട് നിങ്ങളൊരു മനം തിരിഞ്ഞ് ദൈവത്തിലോട്ട് കടന്നു വരുവാൻ ഹല്ലേലൂയ ദൈവജനത്തെ ആഹ്വാനം ചെയ്യുകയാണ്. ഒന്നാമതായിട്ട് പറയുന്നു, അതിൻ്റെ നടുവിൽ പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ എങ്ങനെയൊക്കെ പോയാലും ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും. യഹോവയെങ്കിലേക്ക് നോക്കിയാൽ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? ഹല്ലേലൂയ, നമുക്കറിയാം. 34-ാം സങ്കീർത്തനം 5-ാം വാക്യം ഇപ്രകാരം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. നാം നോക്കിയാൽ നാം പ്രകാശിതരാകും. അന്ധകാരം ഭൂമിയെയും
കുരിട്ട് ജാതിയെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ അതിൻ്റെ നടുവിൽ ഒരു ദൈവ പൈതലെ വിളിച്ചു പറയണം, ഞാൻ എനിക്ക് നോക്കുവാൻ കൊള്ളാവുന്ന ഒരിടമുണ്ട്, അവങ്കിലേക്ക് നോക്കിയ. അതാരാണ്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. നമുക്കറിയാം, സൂര്യൻ ഹല്ലേലൂയ പ്രകാശം കൊടുക്കുമ്പോൾ ചന്ദ്രന് സ്വയമേ പ്രകാശിക്കുവാൻ സാധിക്കാതിരിക്കുമ്പോൾ ചന്ദ്രൻ സൂര്യനിലോട്ട് നോക്കിയിട്ട് രാത്രിയിൽ ചന്ദ്രൻ പ്രകാശം കൊടുക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തിലും നമുക്കതുപോലെ നീതി സൂര്യനാകുന്ന യേശുവിലോട്ട് നോക്കിയാൽ നമുക്ക് പ്രകാശം കൊടുക്കുവാനായിട്ട് സാധിക്കും. ആ ഒരു പ്രകാശമാണ് യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ 1-ാം അധ്യായത്തിൽ നാം കാണുന്നു. അഗ്നിജ്വാലയ്ക്ക് കണ്ണുള്ളവൻ, വെള്ളോടിന് സദൃശ്യനായവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയ ഹല്ലേലൂയ പെരുവെള്ളത്തിൻ മീതെ സൗണ്ടുള്ളവൻ, 7 പൊൻനിലവിളക്കുകളുടെ നിലവിൽ നിലയങ്ക് ധരിച്ച ദൈവത്തെ അവൻ നോക്കിയപ്പോൾ കണ്ടു. നമുക്ക് നോക്കിയാൽ ഹല്ലേലൂയ പ്രകാശിതരായി നമ്മുടെ ആപത്തിൽ അനർത്ഥത്തിൽ ഹല്ലേലൂയ നമ്മോട് കൂടിയിരിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഹല്ലേലൂയ നോക്കുവാൻ കൊള്ളാവുന്ന ഇടം. ഹല്ലേലൂയ എബ്രായ ലേഖന കർത്താവ് ഹല്ലേലൂയ 3 പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഹല്ലേലൂയ അവൻ പുരോഹിതന്മാരെക്കാൾ വലിയവനായതുകൊണ്ട് അവനെ നോക്കുവാൻ. 7-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നു, ഇവനെത്ര മഹാനെന്ന് നോക്കുവിൻ. 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, സാക്ഷികളെ വലിയൊരു സമൂഹം നിൽക്കുന്നുണ്ട്, മുറുകെ പറ്റുന്ന പാപവും ഭാരവും ഇട്ടുകൊണ്ട് യേശുവിനെ നോക്കി യാത്ര ചെയ്യുവാൻ. യേശുവിനെ നോക്കി യാത്ര ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ്? അത് ഹല്ലേലൂയ അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. യോനയേക്കാൾ വലിയവൻ, മോശയേക്കാൾ വലിയവൻ, അഹരോനേക്കാൾ വലിയവൻ, ദേവാലയത്തേക്കാൾ വലിയവൻ. അവനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏത് വലിയ പ്രശ്നങ്ങളും അവൻ്റെ മുന്നിൽ നിസ്സാരമായി തീരുമെന്ന് ദൈവവചനം നമ്മെ വിളിച്ചു പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ആശ്രയം എവിടെയാണ്? 118-ാം സങ്കീർത്തനം 7-8 വാക്യം, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ യഹോവയിൽ ആശ്രയിക്കുക. നമുക്ക് നോക്കുവാൻ, നമുക്ക് കൊള്ളുവാൻ ഒരിടമുണ്ട്. ദാവീദ് ഹല്ലേലൂയ 20-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ചില രഥങ്ങളിലും കുതിരകളിലും ആശ്രയം വെക്കും, ഞാനോ എൻ്റെ യഹോവയിൽ ആശ്രയം വെക്കും. 1 ശമൂവേൽ 16 ഹല്ലേലൂയ ശമൂവേൽ പ്രവാചകൻ ഷായിയുടെ വീട്ടിൽ വന്ന് രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ നോക്കിയപ്പോൾ ഹല്ലേലൂയ ഷായിയുടെ 8 മക്കളിൽ 7 പേരെയും വിളിച്ചു വരുത്തി. അവരൊരു തൈലപാത്രം തലയിൽ വെച്ച് അവരെ നോക്കിയപ്പോൾ ഇവനല്ല, ഇനിയും നിനക്ക് മക്കളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 16-ാം അധ്യായത്തിൽ ആ വാക്യത്തിൽ പറയുന്നുണ്ട്, ഇനി ഒരുത്തനുണ്ട് എന്ന് പറയുന്ന ഒരു കോമായിട്ട് മാറ്റിയതാണ്. എന്നാൽ അവനെ വിളിച്ചുകൊണ്ട് വരാതെ ഹല്ലേലൂയ ഞാൻ നിൻ്റെ ഹല്ലേലൂയ പന്തി ഭോജനം കഴിക്കത്തില്ല എന്ന് പറഞ്ഞു. അവനെ കൊണ്ടുവന്നു. അവനെ നോക്കിയപ്പോൾ ഹല്ലേലൂയ കാടുകളുടെ മേടുകളിൽ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്ന ഇടയ ബാലനായ ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തു. മറ്റുള്ളവർ നോക്കുമ്പോൾ ആരോഗ്യവും ബലവും കാര്യങ്ങളൊക്കെ നോക്കും. എന്നാൽ ദൈവം നോക്കുമ്പോൾ നമ്മുടെ കുറവുകളെയല്ല, നമ്മുടെ നിറവുകൾ. അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ അവൻ നമ്മെ കണ്ടു. അതിശയവും ഭയങ്കരമായി അവൻ നമ്മെ സൃഷ്ടിച്ചു. അവൻ നമ്മെ നോക്കി ഉള്ളംകരങ്ങളിൽ വെച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നമ്മെ നോക്കുന്ന ഒരു ദൈവമുണ്ട്. മറ്റുള്ളവർ നമ്മെ നോക്കുമ്പോൾ നമ്മുടെ കുറവുകളെ കാണും. എന്നാൽ നമ്മുടെ കുറവുകളെ നോക്കാതെ ഹല്ലേലൂയ കാൽവറിയിലോട്ട് നമ്മൾ നോക്കിയാൽ ഇവൻ എത്ര മഹാനെന്ന് നോക്കുവേൻ. 3 കുരിശുണ്ട്, എന്നാൽ 2 കള്ളന്മാരും അവനെ നോക്കി. ഒരുത്തൻ വേറെ രീതിയിൽ കണ്ടു, എന്നാൽ ഒരുത്തൻ ഹല്ലേലൂയ അവൻ പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ ഒരു രാജാവായി അവൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ക്ഷമിക്കുവാൻ അവൻ വീണ്ടും വരുന്നവനെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അവനെ പർദീസയിൽ കൊണ്ടെത്തിച്ച ഒരു നല്ല കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അപ്രകാരം നമുക്ക് നോക്കുവാനൊരിടമുണ്ട്. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും. നോക്കിയാലുള്ള പ്രത്യേകത ഹല്ലേലൂയ നാം ലജ്ജിതരായി തീരുകയില്ല. നമ്മുടെ നിലവിളികൾക്കും നമ്മുടെ കഷ്ടങ്ങളിൽ, നമ്മുടെ ഭാരങ്ങളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ അവൻ നമ്മെ വഴി നടത്തുമെന്ന് കാണിക്കുന്നു. രണ്ടാമതായിട്ടവിടെ പറയുവാണ്, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും. ഐ വിൽ വെയിറ്റ് ഫോർ ദ ഗോഡ് ഓഫ് മൈ സാൽവേഷൻ. ഞാൻ ദൈവത്തിന് വേണ്ടി എൻ്റെ രക്ഷയെ കാത്തിരിക്കും. അവൻ കാത്തിരിക്കുക പറയാണ്, രക്ഷയുടെ ദൈവത്തിന് വേണ്ടി. നമുക്കറിയാം ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ അതിൻ്റെ 21-ാം വാക്യത്തിൽ ശിമെയോൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ പറ്റി പറയുന്നുണ്ട്. അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇസ്രായേലിൻ്റെ ഹല്ലേലൂയ രക്ഷയാകുന്ന ഈ
ദൈവത്തെ കാണാതെ ഞാൻ മരിച്ചു പോകുകയില്ല എന്ന് ഹല്ലേലൂയ കാത്തിരിക്കുന്ന ഒരു ഭക്തനെ കാണുന്നു. അവൻ കാത്തിരുന്നു ഹല്ലേലൂയ. മറിയയും ജോസഫും കുഞ്ഞിനെ കൊണ്ട് ദേവാലയത്തിൽ കൊണ്ടുവന്നപ്പോൾ ആ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് നാഥാ ഇപ്പോൾ തിരുവചനം പോലെ നിവർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കാത്തിരിപ്പിന് വിരാമം കിട്ടിയതായിട്ട് നാം കാണുന്നു. ഈ രക്ഷയുടെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. നമ്മൾ കാത്തിരിക്കുന്നത് എന്താണ്? ഈ ശിക്ഷയിൽ നിന്നുള്ളൊരു വിടുതൽ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 4:12 പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രക്ഷയുടെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ റോമാലേഖനം 10:9 പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ടേറ്റ് പറയുകയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നാം ഒരു ഓട്ടിനും രക്ഷിക്കപ്പെടും. യഹോവയ്ക്ക് വേണ്ടി നാം കാത്തിരിക്കൂ. കാത്തിരുന്നാൽ എന്താണ് പ്രയോജനം? ഹോശേയ പ്രവചനം ഹല്ലേലൂയ 40-31 ഇപ്രകാരം പറയുന്നു, ബാല്യക്കാർ തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ജീവിതത്തിൽ തളർന്നു പോകുമ്പോൾ, മറ്റുള്ളവർക്കെയും ഹല്ലേലൂയ താളടിയാകുമ്പോൾ നാം കാത്തിരുന്നാൽ നമുക്ക് ശക്തിയെ പുതുക്കും. ആ ശക്തി എന്തുവാണ്? ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 1-4 പറയുന്നു, അവർ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നു. ആ കാത്തിരുന്ന വാഗ്ദത്തം എന്താണ്? ത്രിത്വത്തിൻ്റെ മൂന്നാമത്തെ ആളത്വമായിരിക്കുന്ന ശക്തീകരിക്കുന്ന വ്യക്തിയാകുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നപ്പോൾ അവർ ശക്തിയെ പ്രവചിച്ചു. 1:8 പറയുന്നുണ്ട്, അവർ ലഭിച്ചപ്പോൾ യഹൂദയിൽ, യെരുശലേമിലെ, ശമരിയിലെ, ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായി. ഈ നാം കാത്തിരുന്ന രക്ഷ ലഭിക്കും, കാത്തിരുന്ന ശക്തിയെ ലഭിക്കും. 40-ാം സങ്കീർത്തനം 1 ഇപ്രകാരം പറയുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്നെ നിലവിളി കേട്ട് നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ എന്നെ കരകയറ്റി സുസ്ഥിരമായൊരു പാറയെ നിർത്തി. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നാം യഹോവയ്ക്ക് വേണ്ടി കാത്തിരുന്നാൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മളെ കോരിയെടുത്ത് സുസ്ഥിരമായൊരു പാറ, ആ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, ആ പാറ ക്രിസ്തുവാണ്. നാം കാത്തിരുന്നാൽ നമുക്ക് ശക്തി ലഭിക്കുമോ? ഹല്ലേലൂയ. രക്ഷ ലഭിക്കും. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും. ഹല്ലേലൂയ. 2 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവിൻ്റെ വരവ് വരുവാൻ താമസിക്കുന്നില്ല, എല്ലാവരും കാത്തിരുന്ന് ഹല്ലേലൂയ അവൻ്റെ വരവിന് വേണ്ടിക്കും. നാം കാത്തിരുന്നാൽ അവന് വേണ്ടി ഒരുങ്ങാം. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ 10 കന്യകമാരെ നമുക്കറിയാം. അവർ മണവാളിന് വേണ്ടി കാത്തിരുന്നു. എന്നാൽ 5 പേർ ബുദ്ധിയോടെ പ്രവർത്തിച്ചുകൊണ്ട് അവർ എണ്ണ തീരാഞ്ഞതുകൊണ്ട് അവർ മണവാളിൻ്റെ കൂടെ മണിയറയിൽ പ്രവേശിച്ചു. നമ്മുടെ ജീവിതത്തിൽ നാം കാത്തിരുന്ന് നാം നമ്മുടെ ഹല്ലേലൂയ മണവാളിന് വേണ്ടി കാത്തിരിക്കുക. അപ്പോസ്തല പ്രവൃത്തി 1:11 പറയുന്നു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ അവൻ വീണ്ടും വരും. അതുകൊണ്ട് വീണ്ടും വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ നമുക്കും കാത്തിരിക്കാം. ഹല്ലേലൂയ. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, നാം യഹോവയെങ്കിലേക്ക് നോക്കുക. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞു, രക്ഷയുടെ ദൈവത്തിലോട്ട് നാം കാത്തിരിക്കുക. മൂന്നാമതായിട്ട് ആ വാക്യത്തിൽ പറയുന്നു, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. മൈ ഗോഡ് വിൽ ഹിയർ മീ. ഹല്ലേലൂയ. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. 48-ാം സങ്കീർത്തനത്തിൽ കോരഹപുത്രന്മാർ പറഞ്ഞു, ഈ ദൈവം എന്നും എന്നേക്കും എൻ്റെ ദൈവം, അവൻ എന്നെ ജീവപര്യന്തം വഴി നടത്തും. നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. ഒന്ന് തിരിഞ്ഞു നോക്കി. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ നിലവിളിച്ചപ്പോൾ നമ്മുടെ കണ്ണുനീര് കണ്ട് നമ്മുടെ അടുക്കൽ വന്ന് നമ്മുടെ പ്രാർത്ഥന കേട്ടൊരു ദൈവം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന 2 ദിനവൃത്താന്തം 7:14 പറയുന്നു, ഹല്ലേലൂയ, ശലോമോൻ ദേവാലയമൊക്കെ പണിഞ്ഞു, ദൈവം ഇറങ്ങി കൂദാശയൊക്കെ ചെയ്തു. എന്നിട്ട് അവനോട് പറയുകയാണ്, നീ എൻ്റെ അപ്പൻ്റെ കൈക്ക് രക്തമുള്ളതുകൊണ്ട് അവനെക്കൊണ്ട് ഞാൻ പണിയിപ്പിച്ചില്ല, നിന്നെക്കൊണ്ട് പണിയിപ്പിച്ചു. നല്ല മനോഹരമാണ്, നല്ലതാണ്. എന്നാൽ ഒരു കാര്യം അതിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നു, ഞാനിതിൽ പ്രസാദിക്കണമെങ്കിൽ എൻ്റെ നാമം വിളിക്കപ്പെട്ട ജനം തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിഞ്ഞ് ഹല്ലേലൂയ നീ
മടങ്ങി വന്നു എങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും നിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും നമ്മുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. അങ്ങനെയെങ്കിൽ നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് നമ്മുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിഞ്ഞ് നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. അതാണല്ലോ നമുക്കറിയാം. 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായത്തിൽ 7-ാം വാക്യം കാണുന്നുണ്ട്. യബ്ബേസിൻ്റെ ഒരു പ്രാർത്ഥന സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായി തീരുവാൻ കാരണം അമ്മ അവന് വ്യസനത്തോടെ പ്രസവിച്ചു. ഹല്ലേലൂയ. മറ്റുള്ള മുന്നിൽ നിന്ദാപാത്രമായിരുന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ ദൈവത്തോട് അവന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ദൈവമേ, നീ എൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തണം. അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാത്തവണ്ണം നീ എന്നെ കാക്കണം. എൻ്റെ അതിരിന് വിസ്താരമാക്കണം. അപ്പോൾ അവൻ അപേക്ഷിച്ചതിന് ദൈവം നൽകിയെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയെ പ്രകാരം ഇരിക്കുന്നു. കർത്താവേ, വിനയത്തോട്, ഹല്ലേലൂയ, വിശ്വാസത്തോട്, ഹല്ലേലൂയ, വിശുദ്ധ കൈകൾ ഉയർത്തിക്കൊണ്ട് നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. വേദപുസ്തകത്തിൽ അനേക പ്രാർത്ഥനയുണ്ട്. 2 മനുഷ്യർ ദേവാലയത്തിൽ പ്രാർത്ഥിപ്പാൻ പോയി. ലൂക്കോസ് 18-ാം അധ്യായത്തിൽ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച ഹല്ലേലൂയ ആ മനുഷ്യരെ പോലെ നമുക്കുമായി തീരാം. യാക്കോബിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖമനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ, നിങ്ങൾ രോഗിയായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വിളിച്ച് എണ്ണ പുരട്ടിപ്പൂശി ഒരുവൻ മറ്റൊരു വേണ്ടി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. ഹല്ലേലൂയ. നമുക്കും പ്രാർത്ഥിക്കാം. അബ്രഹാം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. യാക്കോബ് അനുതാപത്തോടെ പ്രാർത്ഥിച്ചു. ഏലിയാവ് പൂർവ്വന്മാരുടെ വിശ്വാസം വിളിച്ചുകൊണ്ട് പൂർവ്വ മാതാപിതാക്കളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് തീയിറങ്ങി. ഹല്ലേലൂയ. നമുക്കറിയാം, ദാനിയേൽ രേഖ വിപരീതമായി എഴുതിയപ്പോൾ 3 നേരം ദിവസം ചെയ്യുന്നത് പോലെ പ്രാർത്ഥിച്ചു. നമുക്കും അതുപോലെ പ്രാർത്ഥിക്കാം. യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ ഹല്ലേലൂയ കിടന്ന് അയ്യം വിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യെരിഹോവിൻ്റെ വഴിത്താരയിൽ കിടന്ന ഭർത്തിമായി എന്നോട് കരുണ ചെയ്യണമേ എന്ന് വിളിച്ചപ്പോൾ ഹല്ലേലൂയ ആ പ്രാർത്ഥന കേട്ട് ചെയ്യുമ്പോൾ ഹന്നയുടെ കണ്ണുനീര് കണ്ട് പ്രാർത്ഥന കേട്ട ദൈവം, നയീൻ പട്ടണത്തിലെ വിധവയുടെ കണ്ണുനീര് കണ്ട് ഹല്ലേലൂയ അവർക്ക് വിടുതൽ കൊടുത്ത ദൈവം നമ്മുടെ ദൈവമാണ്. ആ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. യാചനയ്ക്ക് മറുപടി നൽകുന്നൊരു ദൈവമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്നും നമ്മെ ഈ സ്ഥാനത്തെത്തിച്ചിരുന്ന് നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന, നമ്മുടെ കഴിവോ നമ്മുടെ യോഗ്യതയോ നമ്മുടെ പുണ്യപ്രവൃത്തിയോ ഒന്നുമല്ല. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന നമുക്കും ഇതുപോലെ ആയിത്തീരാം. കർത്താവേ, മീഖാ പ്രവചനത്തിൽ ഹല്ലേലൂയ നമ്മോട് കൽപ്പിച്ചു. കർത്താവേ, അവർക്ക് വരുന്ന ഹല്ലേലൂയ ആ പ്രസൻറ്റ് ജഡ്ജ്മെൻറ്റും ഫ്യൂച്ചർ ഹല്ലേലൂയ ബ്ലെസ്സിങ്ങിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ പാപങ്ങളെയൊക്കെയും അവൻ അഗാധ കൂപത്തിലിട്ടിട്ട് ഹല്ലേലൂയ നമ്മെ കോരിയെടുത്തു. ഒരു കണ്ണിനും ദയ തോന്നാതെ നിരാശയുടെ നിർച്ചുഴിയിൽ കിടന്നപ്പോൾ അവൻ നമ്മെ കോരിയെടുത്തുവെങ്കിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ നിൻ്റെ മുഖത്തോട്ട് നോക്കും. കർത്താവേ, ഞാൻ ദൈവസന്നിധിയിൽ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കും. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ എൻ്റെ പ്രാർത്ഥന അപേക്ഷിക്കും. ഹല്ലേലൂയ. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ദൈവം, നാം ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി നൽകിയ ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഒരു നിമിഷം കേൾപ്പിച്ച ദൈവവചനത്തിന് മുന്നിൽ നമുക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എഴുതിയ 4-5 വരികളുണ്ട്. ആ പാട്ട് പാടി സമർപ്പിച്ചത് നമുക്ക് ചെയ്യാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, വിടുതൽ ലഭിച്ചിടും നിശ്ചയമായി. വിനയത്തോടെ നാം പ്രാർത്ഥിച്ചാൽ വിഷയത്തിനുത്തരം ലഭിച്ചിടുമേ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ വിടുതൽ ലഭിച്ചിടും നിശ്ചയമായി. വിനയത്തോടെ നാം പ്രാർത്ഥിച്ചാൽ വിഷയത്തിൽ ഉത്തരം ലഭിച്ചിടുമേ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, എൻ പ്രാർത്ഥന കേൾക്കണമേ.
യാചനയ്ക്കുത്തരം നൽകുന്ന ദൈവമേ, യാചനയ്ക്കുത്തരം നൽകിടേണി. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അനുദിന വേദ ചിന്ത